പിന്നെ ആണല്ലോ വിളിക്കുമ്പോഴേ മലന്നിരുന്ന തിന്നാ മതി. കുഴപ്പമില്ല. ഇവനാണ് കേട്ടോ ഞങ്ങളുടെ അരിവെപ്പുകാരൻ. ഇവനാണ് ഞങ്ങളുടെ അരിവെപ്പുകാരൻ. കണ്ടാ കണ്ടാ അവനാ ഇവനാണ് അപ്പന്റെ വീടിന്റെ അടുത്ത് അല്ലേ? കളയല്ല, അരി കളയല്ല. രണ്ടര മതി. ആ മതി പോരെ, മതി. ജസ്റ്റ് ഒന്ന് തളിച്ച് വിട്ടാൽ നമുക്ക്. ഓംലെറ്റ് ആണോ ചിക്കി കൊടുത്താ പോരെ? ചിക്കി കൊടുക്കാം. മഹേഷേ ഒരു ഇത്തിരി തീ കുറച്ചേ. അല്ല പയറൊന്ന് വെന്തിട്ട് നമ്മള് കുക്കിംഗ് തുടങ്ങുവാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നലെ 11 മണിക്ക് തുടങ്ങിയിട്ട് നമ്മൾ 1000 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. വൈകിട്ട് എന്തായാലും വണ്ടിക്ക് കണ്ടിന്യൂസ് വണ്ടി ഓടിയതാണ് 1000 കിലോമീറ്റർ. ഇന്നലെ 11 മണി മുതൽ ഇപ്പോൾ വരെ 1000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തപ്പോഴത്തേനും എന്നാൽ പിന്നെ കുറച്ച് നേരം വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാം, എന്നാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ആവും. നമ്മൾ അരി സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്, സ്റ്റവ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കഞ്ഞി വയ്ക്കാമെന്ന് ഓർത്ത്. അപ്പം കഞ്ഞി വയ്ക്കാനായിട്ട് ഞങ്ങളിവിടെ സ്റ്റവ് അരിയിട്ടുണ്ട്. ഇത് കഞ്ഞി, നമ്മൾ സിലിണ്ടർ സ്റ്റവ് എല്ലാം സെറ്റാണ്. അപ്പോൾ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞി വെപ്പുകാരൻ, ഇത് നമ്മുടെ കഞ്ഞി വെപ്പുകാരൻ, മെയിൻ കഞ്ഞി വെപ്പുകാരൻ. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ചോണ്ടിരിക്കുകയാണ്. ഇനി കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് കുടിച്ച് അരി വെപ്പുകാരൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഇപ്പൊ ഇതെവിടെ സ്ഥലത്തിയത്? നിലവിലിപ്പോ നമ്മള് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിന് ഒരു 100 കിലോമീറ്റർ ബാക്കിലാണ്. അപ്പൊ ഹൈദരാബാദ് എത്തണമെങ്കിൽ 100 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ ഹൈദരാബാദ് എത്തിയിട്ട് അവിടുന്ന് പിന്നെ നമ്മള് നാഗ്പൂര് നേരെ ഇൻഡോർ പിടിക്കും. ഇൻഡോർ നേരെ നമ്മള് രാജസ്ഥാൻ ജയ്പൂർ വഴി നേരെ ആഗ്ര എക്സ്പ്രസ് ഹൈവേ കയറി നമ്മൾ നേരെ ഡൽഹി പാനിപ്പത്ത് വഴി നേരെ അംബാല പഞ്ചാബ് ബോർഡർ, അവിടെ ഒറ്റപ്പെടുത്താൻ നേരെ മണാലി. അപ്പൊ ഇനി മണാലിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പൊ മണാലി എത്തും വരെ നമ്മള് നാളെ എപ്പോ എത്തുമായിരിക്കും? നാളെ ഒരു ആവറേജ് ഒരു 12 മണിക്കുള്ളിൽ നമ്മൾ ഡൽഹി പാസ്സാവും രാത്രി. സത്യം. പിറ്റേ ദിവസം രാവിലെ നമ്മള് മണാലി ഹൈവേയിൽ കയറി ഫോട്ടോ. അപ്പൊ നാളെ നമ്മൾ രാത്രി 12 മണിയോടെ നമ്മൾ ഡൽഹി ക്രോസ് ചെയ്യും. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് മറ്റന്നാള് രാവിലെ 10:30 മണിക്ക് ശേഷം നമ്മൾ മണാലി ചെല്ലും. ഇപ്പൊ 2 വിസിലായിട്ടാ. കഞ്ഞിയാണ് 2 വിസിലായി. 2 കൂടി അടിക്കട്ടെ. അപ്പൊ 2 വിസിലൂടി അടിക്കും. ഇത് മെയിൻ കഞ്ഞിവെപ്പുകാരൻ. ഇത് അരിയല് അതെടുക്കാം. അപ്പൊ നമ്മള് അങ്ങനെ കഞ്ഞി വെക്കൽ പുരോഗമിക്കുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇന്നലെ അത്താഴം കഴിച്ചതാ. കവർ ചെയ്തു. ഒരു 24 മണിക്കൂർ തന്നാൽ നമ്മൾ 2500 ആവും. അപ്പൊ 1400 കിലോമീറ്റർ കൂടി എക്സ്ട്രാ നമ്മൾ ഓടിയിരിക്കും. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ 10:30 മണിക്കൂറിൽ നമ്മൾ മണാലി ചെല്ലണം. എന്നാലാണ് നമ്മുടെ പ്ലാനിങ് എല്ലാം സക്സസ് ആവുള്ളൂ. ബാക്കി നമുക്ക് മണാലി ചെന്നത്. അപ്പോൾ ബാക്കി ശേഷം നമ്മളിനി കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിനി കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഓംലെറ്റ് അടിക്കുവാണേ. ഓംലെറ്റ് അല്ല, സോറി, മുട്ട ചിക്കി വെക്കുന്നു.
മുട്ട ചിക്കി ഓർക്കുവാണ്. മറക്കി രണ്ടേ കൊണ്ടുപിടി. ചോറ്, മുട്ട ചിക്കി ഓർത്തത്, പയറ് കിടു. എങ്ങനെയുണ്ട്? അടിപൊളി. കിടു. നാളെ ഇങ്ങനെ തന്നെ പോട്ടെ. ഗ്യാസ് തീർന്ന് നടക്കാതിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വേസ്റ്റ് എല്ലാം നമ്മൾ എടുത്തു. വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാ വേസ്റ്റും നമ്മൾ പാക്ക് ചെയ്തു. ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ മെല്ലെ മൂവ് ചെയ്യുവാണ്. എല്ലാവരും ഇപ്പോഴാണ് സത്യം വന്നിട്ട് പുറത്തേക്ക് വന്നത്. പമ്പിൽ ആ കേറ് എല്ലാരും കേറ്.